പുതിയ മാർപ്പാപ്പയെ കണ്ടെത്താനുള്ള കോൺക്ലേവിൽ രണ്ടാം ദിനം ആദ്യ സെഷനിലും തീരുമാനമായില്ല. കോൺക്ലേവ് തുടരുകയാണ്. ഇന്ന് 2 വോട്ടെടുപ്പ് കൂടി നടക്കും. വിവരങ്ങളുമായി ജോൺ ലോറൻസ് ചേരുന്നു. ലോറൻസ്, പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് തുടരുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിന് വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ കത്തോലിക്ക സഭയുടെ ആഗോള കത്തോലിക്ക സഭയുടെ 133 കർദിനാൾമാർ യോഗം ചേർന്നെങ്കിലും 2 ദിവസമായിട്ടും പുതിയ മാർപ്പാപ്പയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെയാണ് കോൺക്ലേവിന് തുടക്കമായത്. ഇന്നലെ ഒരു വോട്ടെടുപ്പ് മാത്രമാണ് നടന്നത്. ഇന്ന് 2 വോട്ടെടുപ്പുകൾ കൂടി നടന്നു. ഇന്ന് 2 സെഷനാണുള്ളത്. രാവിലെയുള്ള സെഷനും ഉച്ച കഴിഞ്ഞുള്ള സെഷനും. രാവിലെ നടന്ന സെഷനിൽ 2 വോട്ടെടുപ്പുകളാണ് ഉണ്ടായത്. ഇതിന് ശേഷവും വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്നും കറുത്ത പുകയാണ് ഉയർന്ന് ലോകം കണ്ടത്. ഏതാണ്ട് 20,000-ഓളം വരുന്ന വിശ്വാസികൾ വത്തിക്കാൻ ചത്തുരത്തിൽ പുതിയ പാപ്പായെ പ്രതീക്ഷിച്ച് തടിച്ചുകൂടിയെങ്കിലും കറുത്ത പുക കണ്ടതോടെ അവർ തൽക്കാലത്തേക്ക് നിരാശരായി മടങ്ങുകയാണുണ്ടായത്. ഇപ്പോൾ വത്തിക്കാൻ ചത്തുരത്തിൽ ആളുകൾ തടിച്ചുകൂടി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത കോൺക്ലേവിൻ്റെ ഉച്ച കഴിഞ്ഞുള്ള സെഷൻ, അതായത് അടുത്ത സെഷൻ വത്തിക്കാൻ സമയം ഏതാണ്ട് 4 മണി 3:45 ആരംഭിക്കുമെന്നാണ് വിവിധ വാർത്താ മാധ്യമങ്ങളും വത്തിക്കാൻ ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അല്പസമയം, അതായത് ഇനി അവർ 3-4 മണിക്കൂറിന് ശേഷമായിരിക്കും, ഇന്ത്യൻ സമയം 10 മണിയോട് അടുപ്പിച്ചായിരിക്കും കോൺക്ലേവ് തുടങ്ങുക. ഇന്ന് 4ാമത്തെ റൗണ്ടിലും 4-5 റൗണ്ട് വോട്ടെടുപ്പുകളാണ് നടക്കുക. ഇന്ന് മിക്കവാറും 4-5 റൗണ്ടുകളിൽ പാപ്പയെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. കാരണം ഈ നൂറ്റാണ്ടിലെ കോൺക്ലേവുകൾ രണ്ട് കോൺക്ലേവുകളാണ് ഈ നൂറ്റാണ്ടിൽ നടന്നത്. അതായത് 2005-ൽ നടന്ന കോൺക്ലേവിൽ 3ാം റൗണ്ടിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടു. 2013-ൽ 4ാം റൗണ്ടിലാണ് കാലം ചെയ്ത ഫ്രാൻസിസ് പോപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ പുതിയ കോൺക്ലേവിൻ്റെ ഘടന വളരെ സങ്കീർണമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള പുതിയ പോപ്പ് തെരഞ്ഞെടുക്കപ്പെടാതിരിക്കാനുള്ള ഒരു കാരണം പുതിയ കോൺക്ലേവിൻ്റെ ഘടന വളരെ സങ്കീർണമായിരിക്കുന്നു. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ ഏഷ്യയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും എല്ലാം തന്നെ നിർണായക വോട്ടുകളാണുള്ളത്. വളരെയധികം ആർക്കും ഏതെങ്കിലും ഒരു കർദിനാളിന് ഈ 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വോട്ട് കിട്ടിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കോൺക്ലേവിൽ നിന്ന് 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ കോൺക്ലേവിൽ കർദിനാൾമാരുടെ മുമ്പിൽ ഒരു ചിത്രം വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അവർ ഒരു കർദിനാളിനെ ഏകകണ്ഠമായോ അല്ലെങ്കിൽ 3-2 ഭൂരിപക്ഷത്തോടെ മുന്നോട്ട് വയ്ക്കാൻ തയ്യാറായിട്ടില്ല. കർദിനാൾമാർക്ക് ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ട്. കോൺക്ലേവിൽ ആരാവണം മാർപ്പാപ്പ എന്നത് സംബന്ധിച്ച് 3 റൗണ്ട് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ കർദിനാൾമാരുടെ മുന്നിൽ ഒരു ചിത്രമുണ്ട്. കുറഞ്ഞത് 3 പേരെങ്കിലും ഒരുപക്ഷെ ഇപ്പോൾ 3 പേർക്കെങ്കിലും ഒരേപോലെ വോട്ട് കിട്ടിയിട്ടുണ്ടാവണം എന്നാണ് നമ്മൾ കരുതേണ്ടത്. അതുകൊണ്ടാണ് 2 പേർ തെരഞ്ഞെടുക്കപ്പെട്ട 2 പേർ മുൻനിരയിലേക്ക് വരാത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 റൗണ്ട് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോഴും 2-3 കർദിനാൾമാർക്കെങ്കിലും സമാനമായ രീതിയിൽ വോട്ടെടുപ്പ് വന്നിരിക്കുന്നു. അതിൽ കുറവ് വോട്ട് കിട്ടിയുള്ള ആൾ പിന്മാറാൻ തയ്യാറാവണം. ഇല്ലെങ്കിൽ വോട്ടെടുപ്പ് വീണ്ടും തുടരേണ്ടി വരും. അതേസമയം ഇത് വീണ്ടും ഈ രീതി ആവർത്തിക്കുകയാണെങ്കിൽ കർദിനാൾ സംഘത്തിൻ്റെ ഡീൻ ഉണ്ട്, ജിയോനി ബാറ്റിസ്റ്റ റേ ഉണ്ട്, അതുപോലെ തന്നെ കമർലങ്കോ കാർദിനാൾ കെവിൻ ഫാരലുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2-3 കർദിനാൾമാർ ഇപ്പോൾ ഏറെക്കുറെ ഒരേ വോട്ട് കിട്ടിയിരിക്കുന്ന ഒരു സ്ഥിതി സംജാതമായിട്ടുണ്ടെന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. അതുകൊണ്ടാണ് 2 പേർ 2ാം റൗണ്ടിൽ മുന്നോട്ട് വരാത്തത്. 2 പേരായി 2ാം റൗണ്ടിൽ ചുരുങ്ങാത്തത്. 3ാം റൗണ്ടിലും 3 കർദിനാൾമാരോ അല്ലെങ്കിൽ 4 കർദിനാൾമാരോ ഫൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ 3-4 കർദിനാൾമാർക്ക് വേണ്ടി മറ്റ് കർദിനാൾമാർ നിലകൊള്ളുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 3-4 ആയിട്ട് 3-ൽ നിന്ന് 4-ലേക്ക് 2-ലേക്ക് 2 കർദിനാൾമാർ തമ്മിലുള്ള ഒരു മത്സരത്തിലേക്ക് കോൺക്ലേവ് മാറേണ്ടതുണ്ട്. അതൊരു പക്ഷേ ഈ അടുത്ത റൗണ്ടിൽ ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ 5ാം റൗണ്ടിലായിരിക്കാം ഒരു പക്ഷേ മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെടുക. ഏതായാലും ഈ നൂറ്റാണ്ടിൽ 3ാമത്തെ കോൺക്ലേവാണ്. കോൺക്ലേവ് വളരെ സങ്കീർണമാണ്. 4ാം റൗണ്ടിലേക്ക് കടന്നിരിക്കും. 4ാം റൗണ്ടിൽ മാർപ്പാപ്പ ഉണ്ടായില്ലെങ്കിൽ വളരെ സങ്കീർണമാണെന്ന് വേണം നമുക്ക്. 5ാം റൗണ്ടിലേക്ക് വോട്ടെടുപ്പ് കടക്കേണ്ടി വരും. ഇന്ന് മാർപ്പാപ്പ ഉണ്ടായില്ലെങ്കിൽ ഒരു പക്ഷേ അതൊരല്പം സങ്കീർണമായൊരു സാഹചര്യം കാണിക്കുന്നു. കർദിനാൾമാർ വ്യത്യസ്ത നിലപാടുകളുമായി നിൽക്കുന്നു. വ്യത്യസ്ത നിലപാടുള്ള ആളുകളെ കർദിനാൾമാർ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യാഥാസ്ഥിതികനും അതോടൊപ്പം തന്നെ പരിഷ്കരണവാദിയുമായ ഒരു കർദിനാൾ വരുമോ, അതോ യാഥാസ്ഥിതികനാണോ, അതൊരു
ഫ്രാൻസിസ് പോപ്പിൻ്റെ പിൻഗാമി അദ്ദേഹത്തിൻ്റെ നയങ്ങൾ പിന്തുടർന്ന ഒരാൾ വരുമോ എന്നുള്ളതൊക്കെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഏതായാലും കർദിനാൾമാർക്ക് രണ്ട് പേരുടെ കാര്യത്തിൽ ഒരു ഏകാഭിപ്രായത്തിലേക്ക് ഒരു അഭിപ്രായത്തിലേക്ക് മുൻഗണനാ രീതിയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും 4ാമത്തെ റൗണ്ട് വോട്ടെടുപ്പിൽ പോപ്പ് ഉണ്ടായില്ലെങ്കിൽ 5ാമത്തെ റൗണ്ടിലേക്ക് പോകേണ്ടി വരും. ആ സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഏതായാലും ഈ നൂറ്റാണ്ടിലെ കോൺക്ലേവുകളിൽ 4ാം റൗണ്ടിൽ പോപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അടുത്ത 4ാം റൗണ്ട് വളരെ നിർണായകമാണ്. അതല്ലെങ്കിൽ 5ാം റൗണ്ടിലേക്ക് പോകുമെന്നുള്ളതാണ് സാഹചര്യം. ദീപ്തി. ശരി, ജോൺ ലോറൻസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.